ஹலோ எவ்ரிவன் வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம திலீப் பேட்டனோட மரியம் குன்றோ குஞ்சாடு இந்த மூவி தான் வந்து பார்த்தீங்கன்னா சீன் 3 வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 2 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். அது காமெடி சீன் தான் வந்து நம்ம ரியாக்ட் பண்ணியிருக்கோம். நம்ம திலீப் பேட்டனும் அண்டு வந்து பார்த்தீங்கன்னா நம்ம பிஜிமேனன் சார் வந்து பார்த்தீங்கன்னா அல்டிமேட்டாக வந்து கலக்கியிருப்பாங்க. நம்ம திலீப் பேட்டன் வந்து சார் வந்து பார்த்தீங்கன்னா ஒரு என்ன சொல்றது, ஒரு பயந்த சுபாவம். இந்த நம்ம விஜயமேனன் வந்து பார்த்தீங்கன்னா ஜெயிலுக்கு வந்து போயிட்டு வந்திருப்பான்னு சொல்றீங்க. அவரை வச்சு வந்து பார்த்தீங்கன்னா அவர் பில்டப் பண்ணிட்டு இருப்பாரு ஏரியாவில். நான் தான் பெரிய ரவுடி அப்படிங்கிற மாதிரி பில்டப் பண்ணிட்டு இருப்பாரு. அந்த சீன் தான் நம்ம ரியாக்ட் பண்ணியிருந்தோம். இந்த சீன்ல வந்து என்ன நடக்குதுன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணா கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും കല്യാണം. സോളമില്ല. ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താൻ ഞങ്ങൾ റെഡിയാ. അപ്പൊ പറഞ്ഞതുപോലെ ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്താടാ കാര്യം പറ. ജോസ്മാൻ എവിടെ? ജോസേട്ടൻ ഈ സൈക്കിൾ എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ബസ്സിൽ ഒളിച്ചോടി പോയി. എന്റെ മാതാവേ, അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ. ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ 12ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടി ബസ്സിൽ ഒറ്റോടിച്ചോട്ടും എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും നിർബുദ്ധി കളിച്ചു. അയ്യോ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ലോ. ഒറ്റ അടി വെച്ചേരും കേട്ടോ. கபாலி மாதிரி வந்துகிட்டு இருக்காரு. ஐயோ അപ്പോഴും പെണ്ണിന്റെ കാര്യം ചിന്ത. അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കിടം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? എത്രയെന്ന് കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പി തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങൾ അടിച്ചിറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നാടാ അവിടെ ഇന്നാരം പറയുന്നേ? ഒന്നുമില്ലപ്പാ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസലിനോട് സത്യം ചെയ്യിക്കുന്നു. ഇനി ജോസലിന് പോവുകയില്ല. കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു. സൂക്ഷിച്ചോ നടക്കണ്ടേ. നോമ്പ് കഴിഞ്ഞ ഉറഞ്ഞിന്റെ കല്യാണം. എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങം പോവരുത് കേട്ടോ. അമ്മച്ചി വരുന്ന മോളെ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോളം, അല്ലെങ്കിൽ അറിയാലോ. അയ്യോ, ഇയാൾക്ക് കർഷകശ്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാതെ വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത 2 പെൺകുട്ടികളുള്ള വീടാ. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പ്. മടല് വീണതാ. അതിന് ഈ പറമ്പിൽ തെങ്ങില്ലല്ലോ. മടല് വീണ തെങ്ങ് വീണുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്? മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലുന്നൊരു പുത്തിരിയല്ല. ഓർമ്മച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളവരെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ലി തോൽപ്പിക്കാനാ. ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം. ചേട്ടന് സ്തുതി കൊടുക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേട്ടന്. അയ്യോ, എന്റെ നടുവെട്ടി എന്റെ മക്കളെ. അതിലും വല്ലാത്ത സ്ഥിതിയിലാ ഞാൻ. മക്കൾ മൂന്ന് കൂട്ടി കിടന്നു. அவர் போய் வந்து கை கொடுத்துருவாராம். ഇത് ലാസ്റ്റ് സപ്പറാ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. நாளைக்கு சூப்பர் பிரேக்ஃபாஸ்ட்.
ഓട്ടുകയുടെ ആള് പോയെന്ന് തോന്നുന്നു. സമാധാനായിട്ടൊന്നും ഓയ് അയ്യോ പോവല അയ്യോ ഇന്നലെ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലേ? പോകാൻ പറഞ്ഞ പൊക്കോളണം. ഇനി ഞാനൊന്നും നോക്കില്ല. താൻ ആരാണെന്നുള്ള വിവരം എന്റെ അപ്പനോടും അമ്മച്ചോടൊക്കെ വിളിച്ചു പറയാൻ പോവാ. പറയും. ഓ അയ്യോ അയ്യോ കൊത്തി മുതുകത്തുകാരി കൊത്തിയല്ലേ. ഈ നാട്ടിൽ എന്നെ കുറിച്ചിരുത്തിയിരിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. എന്നെ തല്ലിയാലും കൊന്നാലും എല്ലാം ഞാൻ പറയും. എനിക്ക് എന്റെ പെങ്ങന്മാരുടെ ജീവിതം. തെക്കേതിലെ മാമച്ചന്റെ വീട്ടിലെ വിശേഷം നീ അറിഞ്ഞായിരുന്നോ? മാമച്ചൻ മരിച്ചിട്ട് 41 കഴിഞ്ഞില്ല. അത് മുമ്പ് മക്കൾ തമ്മിൽ അവകാശത്തർക്കം പറഞ്ഞ അടിയായി. ജീവിച്ചിരിക്കുമ്പോ വേണ്ടാമെന്ന് എഴുതി വെച്ചില്ലെങ്കിലത്തെ കുഴപ്പം ഇതാ. ജോസിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഓരോരുത്തർക്ക് ഇന്ന് തന്നെ എന്ന് ഞാൻ വിൽപ്പത്ര എഴുതി വെക്കാൻ പോവാ. സിനിമയെന്നും പറഞ്ഞ് ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുത്തിയോ ഞാൻ സോളമൻ. അതുകൊണ്ട് ഈ വീട് ജോസിന്റെ വില എഴുതി വെക്കാൻ പോവാ. അയ്യോ വീട് നിനക്ക് 50 സെന്റ് അവിടെ, ബാക്കി പെൺകുട്ടികൾക്ക്. അപ്പം വെറുതെ മണ്ടത്തരൊന്നും കാണിച്ചിട്ടില്ലേ? കൊല്ലടത്തുനിന്ന് വന്ന ഒരുത്തിന്റെ പേരിൽ വീട് എഴുതി വെക്കാൻ പോവാ. ജോസേട്ടനല്ല, ചങ്കൂറ്റുള്ള ഒരുത്തനെ കണ്ടപ്പോ ഞാൻ ചുമ്മാ ജോസേട്ടനാന്ന് കള്ളം പറഞ്ഞാൽ വെച്ച് അതിന് ഉടനെ ഉടനെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അപകടാ. അത് ശരി, വീട് അവന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ നിന്റെ ചേട്ടനല്ലാതായി അല്ലേടാ? അയ്യോ, ഞാൻ സത്യമായിട്ട് പറയാ, അമ്മച്ചിയാണ് ജോസേട്ടനല്ല. അപ്പാ, അയാൾ ഒരു ക്രിമിനലാ. ഒരു കൊലക്കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാ. അതാ ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ആ കഥയൊക്കെ ജോസി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിനാ അവൻ 7 വർഷം ജയിലിൽ കിടന്നത്. നിനക്കറിയാലോ, അവൻ വന്നേ പിന്നെ ഈ വീടൊന്ന് വച്ച പിടിച്ചത്. വന്നു കയറിയിട്ട് ഈ നിമിഷം വരെ അവൻ തൂബ കൈയും താഴെ വെച്ചിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി കാണേ പോലെ അവൻ പണിയെടുക്കുന്നത്. അവൻ ചേട്ടനല്ലെന്ന് പറയും. നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? ഇത്രയും നാൾ ഇതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോഴാ അവന് വെളിപാടുണ്ടായത്. ഇവനെ കുഞ്ഞാടിന്റെ മനസ്സൊന്നുമല്ല, കുട്ടിപ്പിശാചിന്റെ മനസ്സാണ്. അയാൾ എത്ര കുഴപ്പക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാളോ? ചേട്ടാന്ന് പറയടാ. അയാൾ എന്റെ ചേട്ടനല്ല, അല്ല അല്ല. നിങ്ങൾക്ക് ആർക്കും എന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവട്ടെ. ശരി, ഇനിയിപ്പോ അവൻ ജോസ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ അവനെ ജോസ് ആയിട്ട് കണ്ടുപോയി. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഇല്ല. ജോസ്മൻ വരുന്നുണ്ട്, അവൻ ഇതൊന്നും അറിയണ്ട. എന്നാ മോനെ, ഇവിടെ ഒരു മാവ് നിന്നല്ലോ, അതെവിടാ? അത് ഈ ഭാഗത്തായിട്ടാ. ഈ വീട് പുതുതായിട്ട് വെച്ചപ്പോ അത് മുറിച്ചല്ലേ ഈ ചായപ്പിലെ പലകയൊക്കെ അടിച്ചത്. ആ, കേട്ടില്ലേടാ? തെളിവായിട്ടാ ഇപ്പൊ അവനെ കൊണ്ടത് ചോദിപ്പിച്ചത്. ഉള്ളിലൊരു ചെറിയ കളങ്കം പോലും ഉണ്ടാവാതിരിക്കാൻ. പണ്ടങ്ങനെ പോലെ മാങ്ങാണ്ടി പറക്കം വന്നിട്ടുണ്ടാവും. നീ ഒരു അക്ഷരം ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. നീ ഇനി ജോസിനെ കുറിച്ച് ആരോടെങ്കിലും പുറത്തെന്തെങ്കിലും സംസാരിച്ചു ഞാൻ അറിഞ്ഞാല് ഈ വീടിന്റെ പടിക്ക് പുറത്ത് തോന്നുന്നു നീ ആയിരിക്കും. അപ്പൊ തന്നെയാ എന്റെ സിസിലി. ലിസമേ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. അയാള് ശരിയല്ല. നിങ്ങൾ സൂക്ഷിക്കണം. അയാള് പെൺകുട്ടി പുരിയില്ല. വല്യേട്ടനെ കുറിച്ച് വെറുതെ അനാവശ്യം ഒന്നും പറയണ്ട. വല്യേട്ടൻ പാവാ. അയ്യോ അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വാഴില്ല. ഒന്നുകിൽ അയാള് അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. എത്ര കാശ് കൊടുക്കാണ്ട് പണിയെടുക്കാൻ കിട്ടിയപ്പോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി അല്ലേ? നീ ഒന്നിനും കൊള്ളാത്തവനാന്ന് ഞാൻ പറയല. സിനിമയുടെ പേരും പറഞ്ഞ് വീട് വിറ്റ് തെളിക്കാൻ നിനക്കറിയാം. കിട്ടാത്തൊരു പെണ്ണിനെ പ്രേമിച്ച് ജീവിതകാലം മുഴുവൻ അതിന്റെ പേര് തല്ലുകൊള്ളാന്ന് നിനക്കറിയാം. സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടാത്തൊരു കറികറ അപ്പം തന്നെയാ. ആ ഇട്ടിച്ച മുതലാളി സ്നേഹിച്ച പെണ്ണിനെ അപ്പം തട്ടിയെടുത്തിന്റെ പേരിൽ ദുരിതം അനുഭവിച്ചോണ്ടിരിക്കണം ഞാനാ. சூப்பர் 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 வேற மாதிரி இருந்துச்சு. நம்ம என்ன சொல்றது, அவங்க வீட்டில் வந்து நம்ம திலீபேட்டனோட தங்கச்சி வந்திருப்பாங்க. அந்த தங்கச்சி வந்து இவருக்கு வந்து கட்டி கொடுக்க போறாங்கன்னு சொல்லிட்டு அவருக்கு வந்து ஒரு என்ன சொல்றது, ஒரு பொசசிவா இருக்கணும். நீ வந்து நைட்டோட நைட்டா பஸ்ஸை பிடிச்சி ஊருக்கு போயிடணும். சைக்கிள் வந்து எடுத்துட்டு வருவார். அவர் வந்து என்கிட்ட சைக்கிள் கொடுத்து அவர் வந்து ஓடி போயிட்டாரு அப்படிங்கிற மாதிரி அவங்க
அம்மாச்சிக்கிட்ட வந்து சொல்லுவாரு. அப்படிலாம் சொல்லாதடா அப்படிங்கிற மாரி வந்து சொல்லுவாங்க. கடைசியில வந்து பார்த்தா அவர் பழத்த வந்து தூக்கிட்டு வருவாரு. "ஏய் இவன் வந்துட்டானா?" அப்படிங்கிற மாரி, நீ வந்து தயவுசெய்து இந்த ஊர விட்டு போயிரு. இல்ல அப்படின்னா உன் கால பிடிச்சு கெஞ்சி நான் அழுவேன்." அப்படிங்கிற மாரி சொல்லுவாரு. சூப்பரா இருந்துச்சு. அதுக்கப்புறம் வந்து இந்த வீட்டோட இந்த வீட்ட வந்து அவர் பேர்ல வந்து நான் எழுதி வைப்பேன் அப்படின்னு சொன்னோனே, அவருக்கு வந்து இன்னுமே வந்து பொங்கிரும். வீடு வந்து அவனுக்கா? அப்படிங்கிற மாரி வந்து டென்ஷன் ஆயிட்டு வந்து கத்திக்கிட்டு இருப்பாரு. அந்த தங்கச்சிகிட்டலாம் வந்து போய் சொல்லுவாரு. அவன நீ நம்பாத அப்படிங்கிற மாரி வந்து சொல்லுவாரு. அவனெல்லாம் வந்து அப்படிலாம் வந்து சொல்லாதீங்க அப்படிங்கிற மாரி அவங்களும் வந்து சொல்லியிருப்பாங்க. சூப்பரா இருந்துச்சு. அதுவும்லாம் வந்து என்னமோ வந்து போய் சொல்லுவாரு. நம்ம காலையில வந்துச்சு எழுந்திரிச்சு பார்க்கும்போது நீ இருக்கக்கூடாது அப்படின்னு சொல்லுவாரு. பார்த்தா வந்து வந்து குழி பறிச்சுக்கிட்டு இருப்பாரு. அவர்ட்ட போய் ஏதோ ஒண்ணு வம்பெடுத்து வந்து பார்த்தீங்கன்னா, முதுகுல வந்து நல்லா வந்து வாங்கி கட்டியிருப்பாரு. அவங்க அப்பா கூட வந்து திட்டுவாரு. "ஏன்டா உனக்கு பைத்தியம் கீது புடிச்சிருக்கா? ஏன் வந்து நீ அவன இப்ப இது மாரி சொல்ற?" அப்படிங்கிற மாரி சொல்லியிருப்பாரு. ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நெனைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு, சப்ஸ்கிரைப் பண்ணாம நீங்க பார்த்தீங்கன்னா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இதுபோல நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.